പുതിയ ആരാധനാക്രമ വത്സരം ആരംഭിക്കുന്ന മംഗളവാർത്ത കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന് രക്ഷകനെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷയോടെ ക്രിസ്മസിനായിട്ടൊരുങ്ങാനും നമ്മുടെ നോമ്പും ത്യാഗപ്രവൃത്തികളും വഴി ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയം ഒരുക്കാനും പ്രത്യേകം സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സമയമാണിത്. നമ്മുടെ എല്ലാ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുകയും കർത്താവിൻ്റെ ബലിയിൽ ഏറ്റവും തീക്ഷ്ണതയോടുകൂടെ പങ്കുചേർന്ന് കർത്താവിന് സ്വീകാര്യമാകുന്ന നന്മയുടെ രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ പൂർവികരെയും അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. നമ്മുടെ പൂർവികരെ എല്ലാം വലിയ നന്ദിയോടുകൂടെ കർത്താവിനെ സമർപ്പിക്കുകയും അവിടുത്തെ വലിയ കാരുണ്യത്താൽ സ്വർഗത്തിലേക്ക് അവരെല്ലാവരും സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, സ്വർഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ, ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ശക്തി മഹത്വങ്ങൾ കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ. പരിപാലന സർവേശ പരിപാലന പരിപാലനേ പരിപാലന മഹത്യനേ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 17, 15 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ ഗുരുവാർ ശ്രദ്ധിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു. 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായിൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസ്ഹാഖ് എന്ന് വിളിക്കണം. അവനുമായും അവന്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായിലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസ്ഹാഖുമായിട്ടാണ് എന്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും, എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിനെ ജലം കൊണ്ട് കഴുകി വചനത്താൽ പെണ്ണുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധരായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്.
സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയുടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടുകൂടിയുള്ള ആദ്യ കൽപ്പന ഇതത്രേ: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുകയും സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ച നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1, 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഹെറോദോസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവെ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയാക്കി കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇത് സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്രിയമായി കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയയ്ക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവൻ ഏതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തന്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ,
കാത്തിരിപ്പിന്റെ ആത്മീയത പരിചയപ്പെടുത്തുന്ന, അവതരിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു മംഗളവാർത്ത കാലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ആരാധനാ ക്രമവത്സരത്തിലെ ആദ്യത്തെ കാലമാണ് മംഗളവാർത്താ കാലം. ലത്തീൻ സഭയിൽ അത് ആഗമന കാലം എന്ന് വിളിക്കപ്പെടുന്നു. കാത്തിരിപ്പിന്റെ ഒരു ജനം, കാത്തിരുന്ന ഒരു ജനം, അതാണ് ഇസ്രായേൽ ജനം. രക്ഷകന് വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പായിരുന്നു അവരുടെ ജീവിതം മുഴുവനും. സങ്കീർത്തനം 27:14 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഇത് ഇസ്രായേൽ ജനം മുഴുവനും വലിയ ഗൗരവത്തോടെ എടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു കാര്യമാണ്. രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തുവിനെ ദൈവം അയക്കും എന്നുള്ള വലിയ വിശ്വാസത്തോടെ, പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെത്. അത് അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസിന് മുമ്പായി പ്രത്യേകമായി ഈ മംഗളവാർത്തകൾ ധ്യാനിക്കുകയും 25 ദിവസം നോമ്പെടുത്ത് ക്രിസ്മസിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയും ചെയ്യുന്നത്. ദീർഘകാലം കാത്തുനിന്ന ഈ യഹൂദജനത്തോട് ചേർന്ന് ക്രിസ്മസിനായി ഒരുങ്ങുന്ന വളരെ കൃപാപൂർണമായ ദിവസങ്ങളാകട്ടെ നമുക്ക് ഓരോരുത്തർക്കും. ലൂക്കായുടെ സുവിശേഷത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ബലിപീഠത്തിൽ തുടങ്ങി ബലിപീഠത്തിൽ അവസാനിക്കുന്ന ഒരു സുവിശേഷം എന്നാണ്. ആദ്യമായി അവതരിപ്പിക്കുന്നത് ബലിപീഠത്തിൽ നിൽക്കുന്ന സക്രിയായെയാണ്. അവസാനം വരുമ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് എമ്മാവൂസിലെ ശിഷ്യന്മാർക്ക് പോയ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന, അതിനുശേഷം ഇവിടെ ഭക്ഷിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഫ്രൂട്ടുമേശയുടെ ബലിപീഠത്തിന്റെ ആ വിവരണത്തോടെയാണ് ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുന്നത്. ഇതൊരു ആകസ്മികമായി സംഭവിച്ചു പോകുന്ന ഒന്നല്ല. കഥാപാത്രങ്ങളെയും കഥാസാഹചര്യങ്ങളെയും ഒക്കെ വിവരിക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധ വയ്ക്കുന്ന ഒരു സുവിശേഷകനാണ് ലൂക്ക. അതുകൊണ്ട് തന്നെ ഈ സക്കറിയായെ അവതരിപ്പിക്കുന്നതിലും പ്രത്യേകമായ ദൈവശാസ്ത്രപരമായ ലക്ഷ്യങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. അതായത് സക്കാർ യാവേ എന്നുള്ള ഹെബ്രായ പദങ്ങൾ ലോപിച്ചിട്ടാണ് സക്കറിയ എന്നുള്ള പേരുണ്ടാകുന്നത്. ദൈവം അനുസ്മരിച്ചു, ദൈവം ഓർമ്മിച്ചു എന്നുള്ള ആ വാക്കാണ് സക്കറിയ എന്നുള്ള പേരിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സക്കറിയായി അവതരിപ്പിക്കുന്നതിന് ലൂക്കാ സുവിശേഷകന് പ്രത്യേകമായിട്ടുള്ള ഒരു ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. അതായത് എന്തായിരിക്കും കർത്താവ് ദൈവം ഓർമ്മിച്ചിട്ടുണ്ടാവുക. ഈ രക്ഷാകര സംഭവങ്ങളുടെ എല്ലാത്തിന്റെയും സമാപനമായിട്ട് അല്ലെങ്കിൽ പൂർത്തീകരണമായിട്ട് യേശു സംഭവത്തെ അവതരിപ്പിക്കുന്ന ലൂക്കാ സുവിശേഷകൻ പറയുകയാണ്, എന്തുകൊണ്ട് ദൈവം ഈ രക്ഷകനെ ഭൂമിയിലേക്ക് അയച്ചു, തന്റെ ഏകപുത്രനെ മനുഷ്യനായി അയച്ചു എന്നുള്ളതിന് കാരണം പറയാണ്, അവൻ അനുസ്മരിച്ചു, ദൈവം അനുസ്മരിച്ചു. എന്തനുസ്മരിച്ചു? പഴയ നിയമത്തില് നമ്മൾ തുടക്കത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് 15-ാം വാക്യത്തിൽ പറുദീസ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വലിയ സങ്കടത്തോടെ നിൽക്കുന്ന ആദത്തിനും ഹവ്വായുടെയും മുമ്പാകെ അവൻ ആ സർപ്പത്തെ ശിക്ഷിച്ചുകൊണ്ട് ദൈവം പറയുന്ന വാക്കുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ആ ഒരു വാഗ്ദാനം ദൈവം അനുസ്മരിച്ചു. ആദ്യ പുസ്തകത്തിൽ തന്നെ, ബൈബിളിലെ ആദ്യ പുസ്തകത്തിൽ തന്നെ അവിടുന്ന് നൽകിയിട്ടുള്ള വലിയ വാഗ്ദാനം, നിങ്ങൾക്കൊരു രക്ഷകൻ പിറക്കും, സാത്താന്റെ തല തകർക്കുന്ന ദൈവപുത്രൻ. ആ വാഗ്ദാനം ദൈവം അനുസ്മരിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യത്തില്, നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള അബ്രാഹത്തിന് നൽകപ്പെടുന്ന വാഗ്ദാനം ദൈവം അനുസ്മരിച്ചു. കാരണം ഒരു ജനത്തെ മോചിപ്പിക്കാനായിട്ട് നിന്റെ സന്തതികളിൽ പിറക്കുന്ന ഒരുവൻ വരും എന്നുള്ള ദാവീദിന്റെ വംശത്തിൽ പിന്നീട് പിറക്കാനിട വരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അന്നത്തെ പ്രവചനം ദൈവം അനുസ്മരിച്ചു. വീണ്ടും നിയമാവർത്തന പുസ്തകം 34-ാമത്തെ അധ്യായത്തില് മരണത്തിന്റെ മണമുള്ള മൊവാബ് താഴ്വരയിലെ സമതലത്തിലെ നോബ് എന്ന് പറയുന്ന നെബോ എന്ന് പറയുന്ന ആ മലയുടെ മുകളിൽ വെച്ച് ആ മോശയ്ക്ക് ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്,
നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ ഉയർത്തും. ഈ പ്രവചനങ്ങളൊക്കെയും തുടർന്നും മറ്റെല്ലാ പ്രവാചകന്മാരിലൂടെയും നൽകപ്പെടുന്ന രക്ഷകനെ കുറിച്ചുള്ള എല്ലാ വാഗ്ദാനങ്ങളും ദൈവം അനുസ്മരിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഒരു രക്ഷകന് വേണ്ടിയുള്ള അവന്റെ വഴി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ഏലിയായുടെ തീക്ഷ്ണതയോടെ ആ കർത്താവിന്റെ മുമ്പാകെ നടന്ന് ഒരു ജനത്തെ യേശുവിന് വേണ്ടി രൂപീകരിക്കുന്ന സ്നാപകയോഹന്നാന്റെ ജനനത്തിന്റെ ആ സന്ദേശം പറഞ്ഞുകൊണ്ട് ഇവൻ ലൂക്കാ സുവിശേഷകൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ദൈവം അനുസ്മരിച്ചു, ദൈവം ഓർമ്മിച്ചു. നമുക്കൊക്കെ വലിയ പ്രത്യാശ നൽകുന്ന ഒരു ചിന്തയാണ് ആ വാക്ക് തന്നെ. കാരണം ദുരിതങ്ങളുടെ കാലത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമ്പോഴും വലിയ ഒരു വൈറസിന്റെ ബാധയും അതിനുമപ്പുറത്ത് വീണ്ടും നിവർ എന്നുള്ള ഒരു കൊടുങ്കാറ്റും ഇനിയും അടുത്തത് വരാൻ പോകുന്നെന്ന് പറയും. ഇങ്ങനെ ദുരിതങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുണ്ട്. നിന്നെ ദൈവം ഓർമ്മിക്കുന്നുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എന്നും വലിയ പ്രത്യാശയായിട്ട് ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം. എന്തുകൊണ്ട് ഈ പ്രവാചകനെ, അബിയായുടെ ഗണത്തിലെ ആയിരക്കണക്കിനുള്ള പ്രവാചകന്മാരിൽ നിന്നൊരുവൻ, ഒരുപാട് പുരോഹിതന്മാരിൽ ഒരുവൻ, അവനെ പ്രായമായവൻ, മക്കളില്ലാത്തവൻ എന്നൊക്കെ സമൂഹം അപമാനിക്കുന്ന ഒരു പുരോഹിതനെ എന്തുകൊണ്ട് ഈ ഒരു മംഗളവാർത്ത ദൈവം അറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ് ഈ സക്കറിയാസ് എലിസബത്ത് ദമ്പതികളെ കുറിച്ച് വചനം പറയുന്നത്. അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട 3 കാര്യങ്ങളും ഇതാണ്. 1, പ്രാർത്ഥന ജീവിതത്തിൽ നിർത്താതിരിക്കുക. 2, ദേവാലയത്തോട്, ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുക. 3, നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവരും കൽപ്പനകൾ പാലിക്കുന്നതിൽ താല്പര്യമുള്ളവരുമായിട്ട് ജീവിക്കുക. നമ്മൾ ഓർത്താൽ മതി, ഈ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്ന സക്കറിയായുടെ ദർശനത്തിൽ, സക്കറിയായ്ക്ക് ലഭിക്കുന്ന ദർശനത്തില് 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ദൂതൻ പറയുന്ന കാര്യം ഇതാണ്. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നിങ്ങൾ ഓർത്തെ, ഈ സക്കറിയാസ് അറിയാതെ പോയോ അവന് പ്രായമായത്? അല്ലെങ്കിൽ അവന്റെ ഭാര്യയ്ക്ക് ഇത്രയേറെ പ്രായമായി എന്നുള്ളത്, അല്ലെങ്കിൽ അവൾ വന്ധ്യയാണ് എന്നുള്ളത് ഇത്രയും കാലം കൊണ്ട് അവൻ അറിയാതെ പോയോ? എന്നിട്ടും അവൻ ചോദിക്കുന്ന ഒരു മറുന്യായമുണ്ട്. ഞാൻ ഇതെങ്ങനെ അറിയും എന്നുള്ളതിന് ഒരു കാരണമായിട്ട് സക്കറിയാസ് ചോദിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ പ്രായമായവരാണ്, ഞാൻ ഇതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. എന്നിട്ടും ഇതൊക്കെ അറിയാമായിരുന്നിട്ടും സക്കറിയ അവൻ പ്രാർത്ഥിച്ച നിയോഗം എന്താണ്? അവർക്ക് മക്കൾ ഉണ്ടാകണമെന്ന് തന്നെയാണ്. എത്രയോ കാലം നീണ്ട ഒരു പ്രാർത്ഥനാ നിയോഗമായിരിക്കും സക്കറിയാക്കും എലിസബത്തിനും ദൈവമുമ്പാകെ അന്ന് അവതരിപ്പിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇത്ര കാലമായിട്ടും പ്രത്യാശ കൈവിടാതെ ദൈവത്തോട് അവൻ സമർപ്പിച്ച ആ പ്രാർത്ഥനയാണ് ദൈവം കേട്ടിരിക്കുന്നുവെന്ന് ഗബ്രിയേൽ ദൂതൻ അവനോട് പറയുന്നത്. അതുകൊണ്ട് കുറെ കാലം പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും നിരാശരാകേണ്ടതില്ല. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ടുള്ള ഒരു താല്പര്യം പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടാകണം. ചിലപ്പോഴൊക്കെ 7 ദിവസം നൊവേനയ്ക്ക് പോയി, എന്നിട്ട് എനിക്ക് കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ 6 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, 7-ാമത്തെ ദിവസം ഞാൻ നിർത്തി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒരു 3 വർഷം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ കാലം ഒരു മടുപ്പും തോന്നാതെ ദൈവത്തിന്റെ മുമ്പാകെ അവൻ അർപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് യോഹന്നാൻ എന്നുള്ള ആ പ്രവാചകൻ ഈ എലിസബത്തിന്റെ ഉദരത്തിൽ രൂപപ്പെടുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാനായിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്താനായിട്ട് ഇടവരരുത്. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഉദാഹരണമല്ലേ മോനിക്ക പുണ്യവതിയുടേത്. അഗസ്തീനോസിന്റെ മാനസാന്തരത്തിന് വേണ്ടി നീണ്ട 32 വർഷങ്ങൾ അവൾ വളരെ ത്യാഗപൂർവം അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നിർത്തിക്കളയാനായിട്ട് ഇടവരരുത്. 2-ാമത്തേത് ദേവാലയത്തോട് ചേർന്ന് നിൽക്കണം. പലർക്കും അതിശയമാണ്, നിങ്ങളൊക്കെ ഇവിടെ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു, പ്രതിദിനം എല്ലാ ദിവസവുമുള്ള വിശുദ്ധ കുർബാനയ്ക്ക് 20 പേരൊക്കെ വരുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങളിൽ വെച്ച് മനസ്സിലാക്കുന്നവരൊക്കെ വലിയ അത്ഭുതത്തോടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആശ്രയിക്കാനുള്ള ഏക അത്താണി എന്ന് പറയുന്നത് ബലിപീഠമാണ്.
ആ ബലിപീഠത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്തോളം നമ്മുടെ വലിയ വിശ്വാസവും പ്രത്യാശയും ആ ബലിപീഠത്തിലായിരിക്കണം. ബലിപീഠത്തിനോട് ചേർന്ന് നിൽക്കുന്നതിൽ യാതൊരു ഭയവും നമ്മെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് വികാരിച്ച് കൃത്യമായി പറഞ്ഞ എണ്ണം 20 പേരെ മാത്രം ദേവാലയത്തിൽ പ്രവേശിപ്പിക്കുകയും പേരെഴുതി വാതിലടക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ താല്പര്യത്തോടെ വിശ്വാസത്തോടു കൂടെ ഒരു വലിയ കൂട്ടം പള്ളിയുടെ പുറത്തു നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ അത് ഉള്ളിലുള്ള വിശ്വാസമാണ്. എനിക്കുള്ള ഏക ആശ്രയം ഈ ബലിപീഠമാണെന്നും ഈ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയാണ് എനിക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. പുറമെ നിന്നും മഴയാണെങ്കിലും വെയിലാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ച് ദേവാലയത്തിലേക്ക് ഓടി വരുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ദേവാലയത്തോട് ചേർന്ന് നിൽക്കണം. ഈ മനുഷ്യരെ കുറിച്ച് മൂന്നാമതായി പറയുന്ന ഒരു കാര്യം, അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു എന്നാണ്. നമ്മളെ കുറിച്ചും നമ്മൾ വിലയിരുത്തേണ്ടത് ദൈവസന്നിധിയിൽ സ്മരിക്കപ്പെടാനായിട്ട് കുറ്റമറ്റവരായി നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നതിൽ താല്പര്യമുള്ളവരായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുസ്മരിച്ചിരിക്കും, ദൈവം നമ്മെ ഓർത്തിരിക്കും, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. ആ പ്രത്യാശയോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 14-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ ഭക്ഷണം കൊണ്ടുപോകുമ്പോ പൊടിച്ച അപ്പവും കറിയും കൊണ്ട് വയലിലേക്ക് പോകുമ്പോ അവനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് ഭക്ഷണം കൊടുക്കുന്ന ദൈവത്തെ ഓർത്തുകൊണ്ട് അവൻ പറയുന്ന കാര്യം ഇതാണ്. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവെ, നീ എന്നെ ഓർത്തല്ലോ എന്നുള്ളതാണ് ദാനിയേലിന്റെ വലിയ സന്തോഷത്തോടെയുള്ള നിലവിളി. കർത്താവ് എന്നെ ഓർത്തല്ലോ, അത് നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാനും അവിടുത്തെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ്, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവോടെ പ്രത്യാശയോടുകൂടെ ജീവിക്കാനും രക്ഷകന് വേണ്ടി ഹൃദയത്തിലേക്ക് ഈശോനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് അതിനുള്ള കൃപ നമുക്ക് സ്വീകരിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. എല്ലാവർക്കും സന്തോഷത്തോടും വിശ്വാസത്തോടും കൂടെ കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദത്തിന്റെ പാപമൂലം അതനുസരിച്ച് മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെടുന്ന മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനം രക്ഷയും നൽകണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ കാത്തിരുന്ന മിശിഹായെ കൃപാവനങ്ങൾ നൽകി ക്രിസ്തുവെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർഗവർദ്ധാലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയെയും രൂപതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും രക്ഷകനായ മിശിഹായെ സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവെ, ഈ മംഗളവാർത്താകാലത്തിൽ നാം തന്നെ ഞങ്ങളുടെ ഹൃദയത്തെയും ഒരുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടി അങ്ങയുടെ തിരുക്കുമാരന്റെ പർവ്വത്തിരുന്നാളിൽ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരമായ ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളെ നിത്യസൗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ.
സ്വന്തമായിട്ടൊന്നുമില്ല കൈ മുതൽ നാദാ നിന്ദാനമാടി ജീവിതം എന്നേറ്റു ചൊല്ലുന്നു സ്വീകരിച്ചാലും നാദാ സ്വീകരിച്ചാലും ഈയവത്തിൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും അതുപോലാത്മജനും ദിവ്യ ഹൃദാക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൂസെപ്പിനെയും സാദരമൂർത്തിയിടാം മർത്തോമായെയും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്താനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിയാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകദൈവമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി നടന്നു. പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവയിൽ നിറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സുഖത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ഐക്യവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദിസായും ശരീരത്തിന്റെ ഏർപ്പം നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പ്രത്യക്ഷന്മാരും മതന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെ ബ്രഹ്മചാരിയുടെ മുന്നിയുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേ. വിഷയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണാർത്ഥാക്കളെ സുദീശാസത്തോട് മരിച്ച ഈ ലോകം നിന്ന് വേർപെട്ട് വരാതെ മനസ്മരിക്കുവേ.
മിശയുടെ കൃപയാൽ ഇവരെ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണം ആവട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അർഷിക്കന്റെ ശരീരരക്തങ്ങളാകുന്നത് രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച പ്രത്യാശയോടും കൂടെ വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരി, വിശേഷത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും എന്താപ്തം വിശുദ്ധയുടെ കർത്താവിൽ നിന്നിവരെയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതുപോലെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തജനകമായ രഹസ്യങ്ങൾക്ക് ആശ്രയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാതൃസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടി. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹപദം ഊഹാദൻ സഹവാസവും ഈ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ കുർബാന ഏറ്റവും പ്രത്യാശയോടെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗ്ഗഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയോടുള്ള സമാധാനത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധവദിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോബി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, മിഷണറിമാരുമായ പ്രേക്ഷിതർ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമായി വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. രക്ഷിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ പൂർവികർക്കും വേണ്ടിയും ഈ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും യുവതി യുവാക്കൾക്ക് വേണ്ടിയും വൃദ്ധരായ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെല്ലാ ദമ്പതികൾക്കും ലഭിക്കുന്നതിന് വേണ്ടിയും എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും യഥാകാലം ജീവിതാന്തസ് തെരഞ്ഞെടുക്കുവാനും യോജിച്ച ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനുമുള്ള കൃപ യുവതി യുവാക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും എല്ലാവരുടെയും സാമ്പത്തികമായ ഉന്നമനത്തിനു വേണ്ടിയും കൊറോണ വൈറസിന്റെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും ദുരിതമനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അതിന്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽപക്കക്കാർ, സഹപ്രവർത്തകർ, ഉപകാരികൾ എന്നിവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ സമൂഹം മുഴുവന് വേണ്ടിയും ഇവരോരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇടവയുടെ എക്സൈൽ പ്രൊജക്ടിന്റെ വിജയത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധമായ അങ്ങയുടെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവമാതാവായ അങ്ങയുടെ സന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവനെയും സ്വന്തമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ ദൈവത്തിനായ ശിഹായം അയച്ചുവെന്നും
ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നിങ്ങൾ ശുദ്ധരാജപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലവിടുന്ന് ആവശ്യത്തിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സുചർവവും പരിശുദ്ധവും ജീവനായും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ, ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ മോചനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ശരീര അമൂല്യമായ ശരീരത്തെ നമുക്കെല്ലാവർക്കും ഒക്കതങ്ങളോട് സമീപിക്കാം. അന്താപത്തോളം ക്ഷണത്തോടെ അവരನ್ನು പിന്തുടരുന്നുണ്ട് ഭാവനെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സൗര വെച്ച് വർഷിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെയും നാഥനായതിനാൽ ക്രയം ഭാവം യാചിക്കുകയും ചെയ്യാം. ഭിന്നത കലങ്ങളും പിടിഞ്ഞ് നമ്മൾ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നമ്മുടെ ആത്മാക്കളെ ബന്ധമാക്കാം. ക്രിസ്തുവിനെ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. രുചിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യദേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, നമ്മൾ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. ദൈവമായ അങ്ങേ സൗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്നിട്ട് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലതയിലും പ്രസന്നവതയിലും നിഷ്കളങ്കരുമായി ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ശംസിയാരുടെ കൃപാവരം അവിടുത്തെ കാരുണ്യദാനം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി സ്വർഗാശ്രവശാസ്ത്രയുടെ ദേവതൻ ശൈലി സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം മാറ്റാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനുമാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും
അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനിവോട് കൈക്കൊണ്ടരുളണമേ. കർത്താവേ, നിൻ ദാസർക്കായി തിരുസന്നിധിയിൽ അടച്ചിടും ബലിയുതു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മാക്കണമേ. ദിവ്യഗണത്തോടൊത്തനിശം മഹിമേഴുന്നൊരു തൃത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയുടെവരിൽ കനിയണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരമഖിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ